വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. +1 ഇംഗ്ലീഷ് യൂണിറ്റ് 1 ദ മിറർ വിത്തിൻ അതിലെ ആദ്യത്തെ ചാപ്റ്ററായ ഫൂഫിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഓരോ വാക്കും സെൻറ്റൻസും മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഒറ്റ വീഡിയോയിൽ ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പഠിക്കും. ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയ ആക്ടിവിറ്റീസും എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫൂഫി എന്നത് വളരെ മനോഹരമായ ഒരു അനുഭവ കുറിപ്പാണ് കേട്ടോ. ആരുടേതാ? പ്രശസ്ത എഴുത്തുകാരനും അവതാരകനുമായ ട്രെവർ നോവയുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. തിങ്ക് ഓഫ് എൻ ഇൻസിഡൻറ്റ് ദാറ്റ് ഓഫേർഡ് യു എ വാല്യുബിൾ ലെസൺ ഇൻ ലൈഫ്. ജീവിതത്തിൽ നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു പാഠം പഠിപ്പിച്ച ഒരു സംഭവം ഓർക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഹൗ ക്യാൻ സച്ച് എക്സ്പീരിയൻസസ് ഹെൽപ്പ് ബിൽഡ് ഹെൽത്തി റിലേഷൻഷിപ്സ്? ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് നല്ല ആരോഗ്യകരമായ അല്ലെങ്കിൽ നല്ല ശക്തമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്? ലെറ്റ്സ് റീഡ് an anecdote about one such experience. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ അനുഭവ കഥ. നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ അനുഭവിച്ച ഒരു കാര്യം അത് നമ്മളൊരു വിവരണം പോലെ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലൈൻ ബൈ ലൈൻ നോക്കാം. A month after we moved to Eden Park, my mother brought home 2 cats. ഞങ്ങൾ ഏദൻ പാർക്കിലേക്ക് താമസം മാറി 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ 2 പൂച്ചകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആരാ നമ്മുടെ എഴുത്തുകാരൻ? ട്രെവർ നോവ അല്ലേ? അപ്പോൾ ഈ ട്രെവർ നോവയും അദ്ദേഹത്തിൻ്റെ കുടുംബവും പുതിയ സ്ഥലത്തേക്ക് താമസം മാറുന്ന സമയമാണിത്. അവിടെ എത്തി അധികം വൈകാതെ തന്നെ അമ്മ എന്ത് ചെയ്തു? 2 പൂച്ചക്കുട്ടികളെ വളർത്താനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബ്ലാക്ക് ക്യാറ്റ്സ്, ബ്യൂട്ടിഫുൾ ക്രീച്ചേഴ്സ്. കറുത്ത പൂച്ചകളാണ് മനോഹരമായ ജീവികൾ. ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവികൾ. ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ് യു വുഡൻ ഡെയർ ഓൺ എ ക്യാറ്റ്, എസ്പെഷ്യലി എ ബ്ലാക്ക് ക്യാറ്റ്. ഒരു കറുത്ത വർഗ്ഗക്കാരുടെ പ്രദേശത്ത് ഒരു പൂച്ചയെ, പ്രത്യേകിച്ച് ഒരു കറുത്ത പൂച്ചയെ വളർത്താൻ നിങ്ങൾ ധൈര്യപ്പെടില്ല. ബ്ലാക്ക് നെയ്ബർഹുഡ് എന്നതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കോളനികൾ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ആരും പൂച്ചകളെ വളർത്താറില്ല, പ്രത്യേകിച്ച് കറുത്ത പൂച്ചകളെ. ദാറ്റ് വുഡ് ബി ലൈക്ക് വിയറിങ് എ സൈൻ ദാറ്റ് സെഡ് ഹലോ ഐ എം എ വിച്ച്. അത് ഹലോ ഞാനൊരു മന്ത്രവാദിനിയാണ് എന്ന് എഴുതിയ ഒരു ബോർഡ് തൂക്കി നടക്കുന്നത് പോലെയായിരിക്കും എന്ത്? ഒരു കറുത്ത പൂച്ചനെ വളർത്തുന്നത്. ഒരു കറുത്ത വർഗ്ഗക്കാരൻ കറുത്ത പൂച്ചയെ വളർത്തിയാൽ അയാൾ മന്ത്രവാദവും ആഭിചാരവും ചെയ്യുന്ന ആളാണെന്ന് നാട്ടുകാർ ഉറപ്പിക്കും. അതുകൊണ്ട് അവിടുത്തെ കറുത്ത പൂച്ചയെ വളർത്തുന്നത് സ്വയം ഒരു മന്ത്രവാദിനിയാണെന്ന് നാട് നീളെ വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. സിൻസ് we had moved to a colored neighborhood, my mom thought the cats would be okay. അപ്പോൾ ആദ്യം അവർ എവിടെ ഉണ്ടായിരുന്നത്? ബ്ലാക്ക് നെയ്ബർഹുഡിൽ, കറുത്ത വർഗ്ഗക്കാർ താമസിച്ചിരുന്ന സ്ഥലത്ത്. അവിടെ നിന്നും ഇപ്പോൾ കളേർഡ് നെയ്ബർഹുഡിലേക്ക് മാറി. കളേർഡ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ മിശ്രവർഗ്ഗക്കാർ, പല വംശത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ അമ്മ എന്ത് വിചാരിച്ചു? ഇവിടെ ഇപ്പോൾ പൂച്ചകളെ വളർത്തുന്നതിന് കുഴപ്പമൊന്നും ഇല്ല, ഇവിടുത്തെ ആളുകൾക്ക് അന്ധവിശ്വാസം കാണില്ലെന്നും പൂച്ചകൾക്ക് ഒന്നും സംഭവിക്കില്ലെന്നും ആര് വിചാരിച്ചു? അമ്മ. Once they were grown, we let them out during the day to roam the neighborhood. അവ വളർന്നപ്പോൾ പകൽ സമയത്ത് അയൽപക്കത്തുകൂടി ചുറ്റിക്കറങ്ങി നടക്കാൻ ഞങ്ങൾ അവയെ പുറത്തുവിട്ടു. ആരെ? പൂച്ചേനെ. Then one evening, പിന്നീട് ഒരു വൈകുന്നേരം, we came home to find something terrible had happened. ടെറിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദാരുണമായ ഒരു ദുരന്തം എന്തോ നടന്നിട്ടുണ്ടെന്നാണ്. ഇവിടെ മുതൽ കഥയുടെ മൂഡ് മാറുകയാണ്. ഒരു ദിവസം വൈകുന്നേരം അവർ പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ അല്ലേ വീട്ടിലെന്തോ ഒരു ദുരന്തം നടന്നതായിട്ട് അവർക്ക് മനസ്സിലായി. ബോത്ത് ദ കാറ്റ്സ് ഹാഡ് ബീൻ കിൽഡ്. ഈ 2 പൂച്ചകളും കൊല്ലപ്പെട്ടിരുന്നു. ആരോ അവയെ ക്രൂരമായിട്ട് കൊന്നിട്ടുണ്ട്. ഓൺ അവർ ഫ്രണ്ട് വാൾ someone had written in Afrikaans ഹെക്സ്. ഹെക്സ് എന്ന് പറഞ്ഞാൽ വിച്ച് അഥവാ മന്ത്രവാദിനി. ഞങ്ങളുടെ മുന്നിലെ മതിലിൽ ആരോ ആഫ്രിക്കൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ഹെക്സ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദിനി. ഇപ്പം നമുക്ക് പൂച്ചകളെ എന്തിനാണ് കൊന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് അല്ലേ? പൂച്ചകൾ മന്ത്രവാദത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് അന്ധവിശ്വാസികളായ അയൽക്കാർ അവയെ കൊല്ലുകയാണ് ഉണ്ടായത്. ആഫ്റ്റർ ദ കാറ്റ്സ് വർ കിൽഡ്, പൂച്ചകൾ കൊല്ലപ്പെട്ടതിന് ശേഷം വി ടുക്ക് എ ബ്രേക്ക് ഫ്രം പെറ്റ്സ് ഫോർ എ വൈൽ. ഞങ്ങൾ കുറച്ച് കാലത്തേക്ക് വളർത്തു മൃഗങ്ങളെ വാങ്ങുന്നതിൽ നിന്നും ഒരു ഇടവേള എടുത്തു. അതായത് ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് പിന്നെ വളർത്തു മൃഗങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. ഓൾമോസ്റ്റ് എവ്രി ബ്ലാക്ക് ഫാമിലി ഐ ന്യൂ ഹാഡ് എ ഡോഗ്. എനിക്ക് അറിയാവുന്ന ഭൂരിഭാഗം കറുത്ത വർഗ്ഗക്കാരായ കുടുംബങ്ങൾക്കും ഒരു നായ ഉണ്ടായിരുന്നു. നോ മാറ്റർ ഹൗ പുവർ യു വർ യു ഹാഡ് എ ഡോഗ്. നിങ്ങൾ എത്രത്തോളം പാവപ്പെട്ടവനായാലും നിങ്ങൾക്കൊരു നായ ഉണ്ടാവും.
കാരണം അതൊരു ആഡംബരമല്ല, ആവശ്യമായിരുന്നു ആ ഒരു സമയത്ത്. വൈറ്റ് പീപ്പിൾ ട്രീറ്റ് ഡോഗ്സ് ലൈക്ക് ചിൽഡ്രൻ ഓർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. വെള്ളക്കാര് നായ്ക്കളെ സ്വന്തം കുട്ടികളെ പോലെയോ കുടുംബത്തിലെ മറ്റു അംഗങ്ങളെ പോലെയോ ആണ് നോക്കുന്നത്. ബ്ലാക്ക് പീപ്പിൾസ് ഡോഗ്സ് ആർ മോർ ഫോർ പ്രൊട്ടക്ഷൻ, എ പുവർ മാൻസ് അലാം സിസ്റ്റം. എന്നാൽ കറുത്ത വർഗ്ഗക്കാരുടെ നായ്ക്കൾ എന്ന് പറയുന്നത് സംരക്ഷണത്തിന് വേണ്ടിയുള്ളവരാണ്. പ്രൊട്ടക്ഷൻ, സംരക്ഷണം. ഒരു പാവപ്പെട്ടവൻ്റെ ഒരു സെക്യൂരിറ്റി അലാറം സംവിധാനം പോലെയാണ് ഈ പട്ടികൾ. കള്ളന്മാരും ശത്രുക്കളും വരാതിരിക്കാൻ പാവപ്പെട്ടവർ ഉപയോഗിക്കുന്ന ഒരു വില കുറഞ്ഞ സെക്യൂരിറ്റി അലാറം ആണ് എന്ന് നമുക്ക് പറയാം ഈ പട്ടികൾ അല്ലെങ്കിൽ ഈ നായ്ക്കൾ. യു ബൈ എ ഡോഗ് ആൻഡ് യു കീപ് ഇറ്റ് ഔട്ട് ഇൻ ദ യാർഡ്. നിങ്ങൾ ഒരു നായയെ വാങ്ങുന്നു, അതിനെ വീടിന് പുറത്ത് മുറ്റത്ത് തന്നെ വളർത്തുന്നു. വീടിനകത്തൊന്നും കയറ്റില്ല, കാവൽ കിടക്കുകയാണ് ചെയ്യാറ്. ബ്ലാക്ക് പീപ്പിൾ നെയിം ഡോഗ്സ് ബൈ ദെയർ ട്രേറ്റ്സ്. കറുത്ത വർഗ്ഗക്കാര് നായ്ക്കളുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ, ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയോ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ആ പട്ടികൾക്ക് പേരിടുക. ഇഫ് ഇറ്റ് ഹാസ് സ്ട്രൈപ്സ് യു കോൾ ഇറ്റ് ടൈഗർ. ശരീരത്തിൽ എന്തെങ്കിലും വരകളുണ്ടെങ്കിൽ അതിനെ ടൈഗർ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് ഈസ് വിഷസ് യു കോൾ ഇറ്റ് ഡേഞ്ചർ. വിഷസ് എന്ന് പറഞ്ഞാൽ അക്രമകാരിയോ ദേഷ്യക്കാരനോ ഒക്കെയാണ് ഈ ഒരു നായെങ്കിൽ അതിനെന്ത് വിളിക്കും? ഡേഞ്ചർ. ഇഫ് ഇറ്റ് ഹാസ് സ്പോട്ട്സ് യു കോൾ ഇറ്റ് സ്പോട്ടി. പുള്ളികളുണ്ടെങ്കിലോ അതിനെ സ്പോട്ടി എന്ന് വിളിക്കും. വൺ ഡേ സം ലേഡി അറ്റ് മൈ മോംസ് വർക്ക് ഓഫേർഡ് അസ് 2 puppies. ഒരു ദിവസം അമ്മയുടെ ജോലി സ്ഥലത്തെ ഒരു സ്ത്രീ ഞങ്ങൾക്ക് 2 നായ്ക്കുട്ടികളെ തരാമെന്ന് പറഞ്ഞു. മോം ബ്രോട്ട് ദം ഹോം ആൻഡ് ഐ വാസ് ദ ഹാപ്പിയസ്റ്റ് കിഡ് ഓൺ എർത്ത്. അമ്മ അവയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടിയായിട്ട് മാറി. ഷീ നെയിംഡ് ദം ഫൂഫി ആൻഡ് പാന്തർ. അമ്മ അവയ്ക്ക് ഫൂഫി എന്നും പാന്തർ എന്നും പേരിട്ടു. ഫൂഫി, ഐ ഡോണ്ട് നോ വെയർ ഹെർ നെയിം കെയിം ഫ്രം. ഫൂഫി, അവളുടെ പേര് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. പാന്തർ ഹാഡ് എ പിങ്ക് നോസ്. പാന്തറിന് ഒരു പിങ്ക് നിറമുള്ള മൂക്കുണ്ടായിരുന്നു. സോ ഷീ വാസ് പിങ്ക് പാന്തർ. അതുകൊണ്ട് ഞങ്ങൾ അവളെ പിങ്ക് പാന്തർ എന്ന് വിളിച്ചു. ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടല്ലേ, പിങ്ക് പാന്തർ. പിന്നെ ആ പിങ്ക് അങ്ങ് മാറി ആൻഡ് ഇവൻച്വലി ജസ്റ്റ് പാന്തർ, പിന്നീട് വെറും പാന്തർ എന്നായി മാറി. പക്ഷെ ഫൂഫി എന്നുള്ള പേര് എങ്ങനെയാണ് വന്നതെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ദേ വർ 2 sisters who loved and hated each other. ഈ 2 പട്ടിക്കുട്ടികൾ പരസ്പരം സ്നേഹിക്കുകയും ഒപ്പം വെറുക്കുകയും ചെയ്തിരുന്ന 2 സഹോദരിമാരായിരുന്നു, 2 പെൺപട്ടികളായിരുന്നു. ദേ വുഡ് ലുക്ക് ഔട്ട് ഫോർ ഈച്ച് അതർ, ദേ വുഡ് ഓൾസോ ഫൈറ്റ് ഓൾ ദ ടൈം. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കുമായിരുന്നു. ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ കെയർ ചെയ്യും, സംരക്ഷിക്കും. അതേസമയം എപ്പോഴും പരസ്പരം ഫൈറ്റിങ്ങുമായിരിക്കും, വഴക്കിടുകയും ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ്. അതൊരു വിചിത്രമായ ബന്ധമായിരുന്നു. പാന്തർ വാസ് മൈ മോംസ് ഡോഗ്, ഫൂഫി വാസ് മൈൻ. പാന്തർ എൻ്റെ അമ്മയുടെ നായയായിരുന്നു, ഫൂഫി എൻ്റേതായിരുന്നു. ഫൂഫി വാസ് ബ്യൂട്ടിഫുൾ. ഫൂഫി കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു. ക്ലീൻ ലൈൻസ്, ഹാപ്പി ഫേസ്. നല്ല ശരീരവടിവ്. ക്ലീൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഫൂഫിക്ക്. പിന്നെയോ നല്ല സന്തോഷം നിറഞ്ഞ മുഖവുമായിരുന്നു, ഹാപ്പി ഫേസ്. ഷി ലുക്ക്ഡ് ലൈക്ക് എ പെർഫെക്റ്റ് ബുൾ ടെറിയർ. അവൾ ഒരു നല്ല ബുൾ ടെറിയർ ഇനത്തിൽപ്പെട്ട നായയെ പോലെ ആയിരുന്നു. അതൊരു നായയുടെ ഇനമാണ് കേട്ടോ, ഇംഗ്ലണ്ടിലാണ് വികസിപ്പിച്ചത്. പൊതുവെ അത്തരം പട്ടികൾ നല്ല എനർജറ്റിക് ആയിരിക്കും, കൂടാതെ വിശ്വസ്തരുമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പാന്തർ കെയിം ഔട്ട് വിയേർഡ് ആൻഡ് സ്ക്രഫി ലുക്കിംഗ്. എന്നാൽ പാന്തറോ കാണാൻ ഒരുമാതിരി വിചിത്രമായിട്ടുണ്ടായിരുന്നു. വിയേർഡാണ്. ആൻഡ് സ്ക്രഫി ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ അലങ്കോലമായ രോമങ്ങളൊക്കെ ഉള്ളതായിരുന്നു. ആര്? പാന്തർ. പാന്തർ വാസ് സ്മാർട്ട് വെയറിസ് ഫൂഫി വാസ് ഡംബ്. എന്നാലോ പാന്തർ നല്ല ബുദ്ധിശക്തി ഉള്ളതായിരുന്നു, എന്നാൽ ഫൂഫിയോ ഒരു മണ്ടിയായിരുന്നു. അറ്റ്ലീസ്റ്റ് വി ഓൾവേസ് തോട്ട് ഷീ വാസ് ഡംബ്. അവൾ മണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് കരുതിയിരുന്നത്. അവളൊരു മണ്ടിയാന്നാ ഞങ്ങൾക്ക് വീട്ടുകാർ വിചാരിച്ചിരുന്നത്. വെനെവർ വി കോൾഡ് ഹെർ പാന്തർ വുഡ് കം റൈറ്റ് അവേ. ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ പാന്തർ ഓടി വരുമായിരുന്നു. ബട്ട് ഫൂഫി വുഡൻ ഡു എനിത്തിങ്. എന്നാൽ ഫൂഫിയോ ഒന്നും ചെയ്യാതെ ഒരേ നിൽപ്പിങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ അവൾ മണ്ടിയാണെന്നാണ് എല്ലാവരും കരുതിയത്. പാന്തർ വുഡ് റൺ ബാക്ക് ആൻഡ് ഗെറ്റ് ഫൂഫി. അപ്പോൾ എന്ത് ചെയ്യും? പാന്തർ തിരികെ ഓടിച്ചെന്ന് ഫൂഫിയെ കൂട്ടിക്കൊണ്ടുവരും. ആൻഡ് ദെൻ ദേ വുഡ് ബോത്ത് കം. അങ്ങനെ 2 പേരും ഒന്നിച്ച് വരും. ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് ഫൂഫി വാസ് ഡെഫ്. ഒടുവിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ഫൂഫി മണ്ടിയല്ല, ഫൂഫി ഡെഫായിരുന്നു. അഥവാ കേൾവി ശക്തി ഇല്ല. ആർക്ക്? നമ്മുടെ ഫൂഫിക്ക്. അതുകൊണ്ടാണ് ഈ വീട്ടുകാർ വിളിക്കുമ്പോൾ ഒന്നും ആരറിയാത്തത്? ഫൂഫി അറിയാത്തത്. ജന്മന കേൾവി ശക്തി ഇല്ലാത്ത ആളാണ് ഫൂഫി. ഇയേഴ്സ് ലേറ്റർ ഫൂഫി ഡൈഡ്.
when a burglar was trying to break into our house. വർഷങ്ങൾക്ക് ശേഷം ഒരു കള്ളൻ ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചപ്പോഴാണ് ഫൂഫി മരണപ്പെട്ടത്. ബർഗ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളൻ. അപ്പോൾ കഥ പെട്ടെന്ന് ഭാവിയിലേക്ക് അങ്ങ് മാറി അല്ലേ. നമ്മൾ ഫൂഫിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ പെട്ടെന്ന് എന്താ ഫൂഫിയുടെ മരണം വരെ പറഞ്ഞു. ഫൂഫിയുടെ ആ ദാരുണമായ മരണത്തെക്കുറിച്ച് അദ്ദേഹം പെട്ടെന്ന് ഓർത്തു, അതിവിടെ പറഞ്ഞു. ഹി പുഷ്ഡ് ദ ഗേറ്റ് ഓവർ ആൻഡ് ഇറ്റ് ഫെൽ ഓൺ ഹെർ ബാക്ക് ആൻഡ് ബ്രോക്ക് ഹെർ സ്പൈൻ. ഹീ എന്ന് പറയുന്ന ആരാ? ആ കള്ളൻ ഗേറ്റ് തള്ളി മറിച്ചു. അപ്പോൾ അത് അവളുടെ പുറത്തേക്ക് വീഴുകയും അവളുടെ നട്ടെല്ലാം ഒടിയുകയും ചെയ്തു. ആരുടെ നട്ടെല്ല്? നമ്മുടെ ഫൂഫിയുടെ. സ്പൈൻ എന്ന് പറഞ്ഞാൽ നട്ടെല്ലാണേ. വി ടുക്ക് ഹെർ ടു ദ വെറ്റ്. ഞങ്ങൾ അവളെ മൃഗ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. വെറ്റ് എന്ന് പറഞ്ഞാൽ വെറ്റിനറി ഡോക്ടറിൻ്റെ ഷോർട്ടാണ് വെറ്റ്. ആൻഡ് ഷീ ഹാഡ് ടു ബി പുട്ട് ഡൗൺ. ഒടുവിൽ വേദനയില്ലാതെ അവളെ കൊല്ലേണ്ടതായിട്ട് വന്നു. കടുത്ത വേദനയിൽ നിന്നും മൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മയക്കി കൊല്ലുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫൂഫി മരണപ്പെട്ടത്. ആഫ്റ്റർ എക്സാമിനിങ് ഹെർ ദ വെറ്റ് കെയിം ഓവർ ആൻഡ് ഗേവ് ദ ന്യൂസ്. അവളെ പരിശോധിച്ച ശേഷം മൃഗ ഡോക്ടർ അടുത്ത് വന്നു, ആ വിവരം ഞങ്ങളോട് പറഞ്ഞു. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്ട്രേഞ്ച് ഫോർ യുവർ ഫാമിലി ലിവിങ് വിത്ത് എ ഡോഗ് ദാറ്റ് വാസ് ഡഫ്, ഹി സെഡ്. ചെവി കേൾക്കാത്ത ഒരു നായയോടൊപ്പം ജീവിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വളരെ വിചിത്രമായൊരു അനുഭവമായിരിക്കില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഡോക്ടറുടെ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ ആണ് ഇവർക്കൊക്കെ മനസ്സിലായത്, ഓക്കെ ഫൂഫി ഡെഫായിരുന്നു എന്ന് അവരപ്പോഴാണ് തിരിച്ചറിയുന്നത്. വാട്ട്, യു ഡിഡ്ന്റ് നോ യുവർ ഡോഗ് വാസ് ഡെഫ്? എന്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ നായയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നെന്ന് അറിയത്തില്ലായിരുന്നോ? നോ, വി തോട്ട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ്. ഇല്ല, ഞങ്ങൾ കരുതിയത് അതിന് ബുദ്ധിയില്ലെന്നാണ്. That's when we realized that their whole lives, the one dog had been telling the other dog what to do somehow. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവരുടെ ജീവിതകാലം മുഴുവൻ ഒരു നായ മറ്റേ നായയോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഏതോ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയായിരുന്നുവെന്ന്. അല്ലേ, നമ്മുടെ പാന്തർ എപ്പോഴും ഫൂഫിനോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ദ സ്മാർട്ട് ഹിയറിംഗ് വൺ വാസ് ഹെൽപ്പിംഗ് ദ ഡോഗി ഡെഫ് വൺ. ബുദ്ധിയുള്ള ചെവി കേൾക്കുന്ന നായ, അതാരാ? പാന്തർ. ആ പാവം ചെവി കേൾക്കാത്ത നായയെ സഹായിക്കുകയായിരുന്നു. ഫൂഫി വാസ് ദ ലവ് ഓഫ് മൈ ലൈഫ്. ഫൂഫി എൻ്റെ ജീവനായിരുന്നു. ബ്യൂട്ടിഫുൾ, സുന്ദരി, ബട്ട് സ്റ്റുപ്പിഡ്, പക്ഷെ മണ്ടി. ഐ റേസ്ഡ് ഹെർ. ഞാനാണ് അവളെ വളർത്തിയത്. ഐ പോട്ടി ട്രെയിൻഡ് ഹെർ. അല്ല, എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകേണ്ടത് അല്ലെങ്കിൽ മലവിസർജനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ അവളെ പഠിപ്പിച്ചു. ഷീ സ്ലെപ്റ്റ് ഇൻ മൈ ബെഡ്. അവൾ എൻ്റെ കട്ടിലാണ് ഉറങ്ങിയിരുന്നത്. എ ഡോഗ് ഈസ് ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. ഒരു കുട്ടിക്ക് വളർത്താൻ കിട്ടുന്ന ഏറ്റവും നല്ല ഒന്ന് എന്ന് പറയുന്നത് നായയാണ്. ഇറ്റ്സ് ലൈക്ക് എ ബൈസൈക്കിൾ. അതൊരു സൈക്കിള് പോലെയാണ്. ബട്ട് വിത്ത് ഇമോഷൻസ്. പക്ഷെ അതിന് വികാരങ്ങളുണ്ട് അല്ലേ. സൈക്കിളിന് വികാരങ്ങളില്ല, എന്നാൽ ഒരു നായയ്ക്ക് വികാരങ്ങളുണ്ട്. ഇവിടെ മനോഹരമായ ഒരു താരതമ്യം കാണാം അല്ലേ. സൈക്കിളിനെയും നായയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ഫൂഫി കുഡ് ഡു ഓൾ സോർട്ട് ഓഫ് ട്രിക്സ്. ഫൂഫിക്ക് പലതരം അഭ്യാസങ്ങൾ ചെയ്യാൻ അറിയാമായിരുന്നു. ഷീ കുഡ് ജംപ് സൂപ്പർ ഹൈ. അവൾക്ക് വളരെ ഉയരത്തിൽ ചാടാൻ കഴിയുമായിരുന്നു. ഐ മീൻ ഫൂഫി കുഡ് ജംപ്. ഞാൻ ഉദ്ദേശിച്ചത് ഫൂഫിക്ക് ശരിക്കും ചാടാൻ കഴിയുമായിരുന്നു. ചെവി കേൾക്കില്ലെങ്കിലും ഫൂഫി ഒരു കാര്യത്തിൽ മിടുക്കിയായിരുന്നു അല്ലേ. അസാധ്യമായ ഉയരത്തിൽ ചാടാനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു. ഐ വുഡ് ഹോൾഡ് എ പീസ് ഓഫ് ഫുഡ് ഔട്ട് എബവ് മൈ ഓൺ ഹെഡ്. ഞാൻ എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു കഷ്ണം ഭക്ഷണം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഷീ വുഡ് ലീപ്പ് അപ്പ് ആൻഡ് ഗ്രാബ് ഇറ്റ് ലൈക്ക് ഇറ്റ് വാസ് നത്തിങ്. അവൾ എന്ത് ചെയ്യും? മുകളിലേക്ക് ചാടി അത് കടിച്ചെടുക്കും. ഓ, ഇതൊന്നും അത്ര വലിയ കാര്യമേ അല്ല. ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ് വാസ് നത്തിങ്. ഇതൊരു കാര്യമേ അല്ല എന്ന രീതിയിൽ അവൾ അങ്ങനെ ചെയ്യാറുണ്ട്. ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി, ഗ്രാബ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുക. ഇഫ് സോഷ്യൽ മീഡിയ വാസ് അറൗണ്ട് ദെൻ ഫൂഫി വുഡ് ഹാവ് ബീൻ എ സ്റ്റാർ. അക്കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഫൂഫി ഒരു വലിയ സ്റ്റാർ ആകുമായിരുന്നു. ഫൂഫി വാസ് എ ലിറ്റിൽ റാസ്കൽ ആസ് വെൽ. ഫൂഫി ഒരു കൊച്ചു വികൃതി കൂടി ആയിരുന്നു കേട്ടോ. ഡ്യൂറിങ് ദ ഡേ വി കെപ്റ്റ് ദ ഡോഗ്സ് ഇൻ ദ ബാക്ക് യാർഡ്. പകൽ സമയത്ത് ഞങ്ങൾ നായ്ക്കളെ വീടിൻ്റെ പുറകുവശത്ത് പിൻമുറ്റത്താണ് നിർത്താറുള്ളത്. വിച്ച് വാസ് എൻക്ലോസ്ഡ് ബൈ എ വാൾ അറ്റ്ലീസ്റ്റ് 5 feet ഹൈ. ആ മുറ്റത്തിന് ചുറ്റും കുറഞ്ഞത് ഒരു 5 അടി ഉയരമുള്ള മതിലുണ്ടായിരുന്നു. ആഫ്റ്റർ എ വൈൽ, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, എവ്രി ഡേ വീഡ് കം ഹോം ആൻഡ് ഫൂഫി വുഡ് ബി സിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഗേറ്റ് വെയിറ്റിംഗ് ഫോർ അസ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദിവസവും ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ ഫൂഫി ഗേറ്റിന് പുറത്ത് ഞങ്ങളെയും കാത്തിരിപ്പുണ്ടാവും. വി വർ ഓൾവേസ് കൺഫ്യൂസ്ഡ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷനിലാവും. വാസ് സംവൺ ഓപ്പണിംഗ് ദ ഗേറ്റ്? ആരെങ്കിലും ഈ ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ടോ?
വാട്ട് വാസ് ഗോയിങ് ഓൺ? എന്തായിരിക്കും ശരിക്കും നടക്കുന്നത്? ഇറ്റ് വാസ് നെവർ ഒക്വേർഡ് ടു അസ് ദാറ്റ് ഷീ വുഡ് ആക്ച്വലി സ്കെയിൽ എ 5-foot wall. അവൾക്ക് 5 അടി ഉയരമുള്ള മതിൽ ചാടിക്കടക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. ഇറ്റ് നെവർ ഒക്വേർഡ് ടു അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. ബട്ട് ദാറ്റ് വാസ് എക്സാക്ട്ലി വാട്ട് വാസ് ഹാപ്പനിങ്. എന്നാൽ അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. എവ്രി മോർണിംഗ് ഫൂഫി വുഡ് വെയിറ്റ് ഫോർ അസ് ടു ലീവ്. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പോകാൻ വേണ്ടി ഫൂഫി കാത്തിരിക്കും. ജംപ് ഓവർ ദ വാൾ. ഞങ്ങൾ പോയാലുടൻ അവൾ മതിൽ ചാടും. ആൻഡ് ഗോ റോമിങ് അറൗണ്ട് ദ നെയ്ബർഹുഡ്. എന്നിട്ട് അയൽപ്പക്കത്തൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ഐ കോട്ട് ഹർ വൺ ഡേ വെൻ ഐ വാസ് ഹോം ഫോർ ദ സ്കൂൾ ഡേയ്സ്. സ്കൂൾ അവധിക്ക് ഞാൻ വീട്ടിലിരുന്ന ഒരു ദിവസമാണ് ഞാൻ അവളെ ഇങ്ങനെ കൈയോടെ പിടികൂടിയത്. മൈ മോം ഹാഡ് ലെഫ്റ്റ് ഫോർ വർക്ക്. എൻ്റെ അമ്മ ജോലിക്ക് പോയിരുന്നു. ആൻഡ് ഐ വാസ് ഇൻ ദ ലിവിങ് റൂം. ഞാൻ ആ ലിവിങ് റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫൂഫി ഡിഡ്ന്റ് നോ ഐ വാസ് ദെയർ. ഞാൻ അവിടെയുള്ള കാര്യം ഫൂഫി അറിഞ്ഞില്ല. ഷി തോട്ട് ഐ വാസ് ഗോൺ ബിക്കോസ് ദ കാർ വാസ് ഗോൺ. കാറ് പോയത് കൊണ്ട് ഞാനും പോയി എന്നാണ് അവൾ കരുതിയത്. ഐ ഹേർഡ് പാന്തർ ബാർക്കിംഗ് ഇൻ ദ ബാക്ക് യാർഡ്. പിൻമുറ്റത്ത് പാന്തർ കുരയ്ക്കുന്നത് കേട്ട് ഞാൻ നോക്കിയപ്പോൾ, ലുക്ക്ഡ് ഔട്ട്, ഞാൻ നോക്കിയപ്പോൾ ആൻഡ് ദർ വാസ് ഫൂഫി സ്കെയിലിംഗ് ദ വാൾ. അതാ ഫൂഫി മതിൽ ചാടുന്നു. ഷി ഹാഡ് ജംപ്ഡ്. അവൾ മുകളിലേക്ക് ചാടി. സ്കാമ്പേർഡ് അപ്പ് ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഫീറ്റ് ആൻഡ് ദെൻ ഷി വാസ് ഗോൺ. മതിലിൻ്റെ മുകൾ ഭാഗം കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കയറി. സ്കാമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞ് കയറുക. ആൻഡ് ഷി വാസ് ഗോൺ. എന്നിട്ട് ഒരൊറ്റ പോക്ക. ഫൂഫി മതിൽ ചാടിയ രംഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അത്ര വേഗത്തിലാണ് അവൾ അത് ചെയ്തത്. ഐ കുഡൻറ്റ് ബിലീവ് വാട്ട് വാസ് ഹാപ്പനിങ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഐ റാൻ ഔട്ട് ഫ്രണ്ട്. ഞാൻ വേഗം മുന്നിലേക്ക് ഓടി. ഗ്രാബ്ഡ് മൈ ബൈസൈക്കിൾ. എൻ്റെ സൈക്കിളും എടുത്തു. ആൻഡ് ഫോളോഡ് ഹർ ടു സീ വേർ ഷി വാസ് ഗോയിങ്. എന്നിട്ട് അവൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കാണാൻ വേണ്ടി ഞാൻ അവളുടെ പുറകെ പോയി. ഷി വെൻറ്റ് എ ലോങ് വേ. അവൾ ഒരുപാട് ദൂരം പോയി. മെനി സ്ട്രീറ്റ്സ് ഓവർ. കുറേ തെരുവുകൾ കടന്ന്. ടു അനദർ പാർട്ട് ഓഫ് ദ നെയ്ബർഹുഡ്. അയൽപ്പക്കത്തിൻ്റെ മറ്റൊരു ഭാഗത്തെത്തി അവൾ. ദെൻ ഷി വെൻറ്റ് അപ്പ് ടു ദി അതർ ഹൗസ്. പിന്നീട് അവൾ മറ്റൊരു വീടിൻ്റെ അടുത്ത് ചെന്ന് ആൻഡ് ജംപ്ഡ് ഓവർ ദെയർ വാൾ. അവരുടെ മതിൽ ചാടി. ആൻഡ് ഇൻ ടു ദെയർ ബാക്ക് യാർഡ്. അവരുടെ പിറകുവശത്തെ മുറ്റത്തേക്ക് അവൾ കയറി. വാട്ട് ദ ഹെൽ വാസ് ഷീ ഡൂയിങ്? അവൾ ഇവിടെ എന്ത് കുന്തമാണ് കാണിക്കുന്നത്? ഐ വെൻറ്റ് അപ്പ് ടു ദ ഗേറ്റ്. ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന് ആൻഡ് റാങ് ദ ഡോർ ബെൽ. ആ ഡോറിൻ്റെ ബെല്ലടിച്ചു. എ കിഡ് ആൻസേർഡ്. ഒരു കുട്ടിയാണ് കേട്ടോ വാതിൽ തുറന്നത്. മേ ഐ ഹെൽപ്പ് യു? ഹി സെഡ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കണം എന്ന് അവൻ ചോദിച്ചു. യാ, മൈ ഡോഗ് ഈസ് ഇൻ യുവർ യാർഡ്. അത് എൻ്റെ നായ നിങ്ങളുടെ മുറ്റത്തുണ്ട്. യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം. വാട്ട്? മൈ ഡോഗ്? എന്ത് എന്ന് അവർ ചോദിച്ചു. മൈ ഡോഗ് ഷീസ് ഇൻ യുവർ യാർഡ്. എൻ്റെ നായ അവൾ നിങ്ങളുടെ മുറ്റത്തുണ്ട്. ഫൂഫി വാക്ക്ഡ് അപ്പ് ആൻഡ് സ്റ്റുഡ് ബിറ്റ്വീൻ അസ്. അപ്പോഴേക്കും ഫൂഫി നടന്നു വന്ന് ഞങ്ങളുടെ നടുവിൽ നിന്നു. ഫൂഫി കം, ഐ സെഡ്. ഫൂഫി വാ, ഞാൻ പറഞ്ഞു. ലെറ്റ്സ് ഗോ, വാ നമുക്ക് പോവാം. ദിസ് കിഡ് ലുക്ക്ഡ് അറ്റ് ഫൂഫി ആൻഡ് കോൾ ഹർ ബൈ സം അതർ സ്റ്റുപ്പിഡ് നെയിം. ആ കുട്ടി ഫൂഫിയെ നോക്കി ഏതോ വേറൊരു പൊട്ടപ്പേര് അല്ലെങ്കിൽ ഒരു മണ്ടം പേര് വിളിച്ചു. സ്പോട്ടി, ഗോ ബാക്ക് ഇൻസൈഡ് ദ ഹൗസ്. സ്പോട്ടി, വീടിൻ്റെ അകത്തേക്ക് കയറി പോകൂ. ആ കുട്ടി അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താണ്? ഫൂഫിക്ക് ആ വീട്ടിൽ മറ്റൊരു പേരും മറ്റൊരു ജീവിതവും ഉണ്ടായിരുന്നു എന്നർത്ഥം. ഓ ഓ, ഐ സെഡ്. സ്പോട്ടി, ദാറ്റ്സ് ഫൂഫി. ഞാനെന്താ പറഞ്ഞ? അയ്യോ നിക്ക്, സ്പോട്ടിയോ? അത് ഫൂഫിയാണ്. നോ, ദാറ്റ്സ് മൈ ഡോഗ് സ്പോട്ടി. അല്ല, അതെൻ്റെ നായയാണ് സ്പോട്ടി എന്ന് ആ കുട്ടിയും വാദിച്ചു. അങ്ങനെ രണ്ടുപേരും നായയുടെ പേരിൽ വാദിക്കാനായിട്ട് തുടങ്ങി. നോ, ദാറ്റ്സ് ഫൂഫി മൈ ഫ്രണ്ട്. അല്ല, ഇത് ഫൂഫിയാണ് എൻ്റെ കൂട്ടുകാരാ. നോ, ദിസ് ഇസ് സ്പോട്ടി. അല്ല, ഇത് സ്പോട്ടിയാണ് എന്ന് ആ കുട്ടി തിരിച്ചും പറഞ്ഞു. ഹൗ കുഡ് ദിസ് ബി സ്പോട്ടി? ഇവളെങ്ങനെ സ്പോട്ടി ആകും? ഷി ഡസൻ ഈവൻ ഹാവ് സ്പോട്ട്സ്. അവളുടെ ശരീരത്തിൽ പുള്ളികളില്ലല്ലോ. സ്പോട്ട്സ് ഉള്ള പട്ടികളെയല്ലേ നമ്മൾ സ്പോട്ടി എന്ന് വിളിക്കുക. അപ്പോൾ ഇവളുടെ ശരീരത്തിൽ അങ്ങനത്തെ പുള്ളികളൊന്നും സ്പോട്ടുകളൊന്നും ഇല്ല. പിന്നെ എങ്ങനെ ഇവൾ സ്പോട്ടി ആവുക? യു ഡോണ്ട് നോ വാട്ട് യു ടോക്കിംഗ് അബൌട്ട്. നീ എന്താണ് ഈ പറയുന്നത്? ഇവൻ പറഞ്ഞു ഫൂഫി. അപ്പോൾ അല്ല സ്പോട്ടി, അല്ല ഫൂഫി. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടിയാവാനായിട്ട് തുടങ്ങി. ഓഫ് കോഴ്സ്, സിൻസ് ഫൂഫി വാസ് ഡെഫ്, ഷി ഡിഡ്ന്റ് റെസ്പോണ്ട് ടു സ്പോട്ടി ഓർ ഫൂഫി. ഫൂഫിക്ക് ചെവി കേൾക്കാത്തത് കൊണ്ട് അവൾ സ്പോട്ടി എന്നോ ഫൂഫി എന്നോ വിളിച്ചാൽ പ്രതികരിച്ചില്ല. ഷീ ജസ്റ്റ് സ്റ്റുഡ് ദെയർ. അവൾ വെറുതെ അവിടെ നിന്നു. ഐ സ്റ്റാർട്ടഡ് കേഴ്സിങ് ദ കിഡ് ഔട്ട്. ഞാൻ ആ കുട്ടീനെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങി. ഗീവ് മീ ബാക്ക് മൈ ഡോഗ്. എൻ്റെ നായയെ എനിക്ക് തിരിച്ചു തരൂ. ഐ ഡോണ്ട് നോ ഹൂ യു ആർ, ഹി സെഡ്. ആ കുട്ടി എന്താ പറഞ്ഞത്? നീ ആരാണെന്ന് എനിക്ക് അറിയില്ല.
ബട്ട് യു ബെറ്റർ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. നീ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പോയിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞു. ദെൻ ഹി വെൻറ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് ഗോട്ട് ഹിസ് മോം ആൻഡ് ഷീ കെയിം ഔട്ട്. ഇങ്ങനെ ഒരു അടിപിടി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട്? കുട്ടി വീടിൻ്റെ ഉള്ളിൽ പോയി അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നു. അമ്മ പുറത്തേക്ക് വന്നു. വാട്ട് ഡു യു വാണ്ട്? ഷീ ആസ്ക്ഡ്. നിനക്ക് എന്ത് വേണം? ദാറ്റ്സ് മൈ ഡോഗ്. ഇത് എൻ്റെ നായയാണ് എന്ന് ഞാൻ പറഞ്ഞു. ദിസ് ഈസ് അവർ ഡോഗ്, ഗോ അവേ. ഇത് ഞങ്ങളുടെ പട്ടിയാണ്, ഇവിടെ നിന്ന് പോയിക്കോ എന്ന് അവർ പറഞ്ഞു. ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ഞാൻ കരയാൻ തുടങ്ങി. വൈ ആർ യു സ്റ്റീലിംഗ് മൈ ഡോഗ്? നിങ്ങൾ എന്തിനാണ് എൻ്റെ നായയെ മോഷ്ടിക്കുന്നത്? ഐ ടേൺ ടു ഫൂഫി ആൻഡ് ബെഗ്ഡ് ഹെർ. ഞാൻ ഫൂഫിയുടെ നേരെ തിരിഞ്ഞ് അവളോട് കെഞ്ചി. ഫൂഫി, വൈ ആർ യു ഡൂയിങ് ദിസ് ടു മീ? നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? വൈ ഫൂഫി വൈ? എന്തുകൊണ്ടാ ഫൂഫി? എന്താ നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഐ കോൾഡ് ടു ഹെർ. ഞാൻ അവളെ വിളിച്ചു. ഐ ബെഗ്ഡ് ഹെർ ടു കം. ഞാൻ അവളോട് വരാൻ വേണ്ടിയിട്ട് കെഞ്ചി. ഫൂഫി വാസ് ഡെഫ് ടു മൈ പ്ലീസ്. എന്നാൽ എൻ്റെ അപേക്ഷകളൊന്നും അവൾ ചെവിക്കൊണ്ടില്ല. ആൻഡ് എവ്രിതിങ് എൽസ്. ഇതൊന്നും അറിയാത്തതുപോലെ, ഇവിടെ സംഭവിക്കുന്ന ഒന്നും അറിയാത്തതുപോലെ ഫൂഫി നിന്നു. ഐ ജംപ്ഡ് ഓൺ ടു മൈ ബൈക്ക് ആൻഡ് റേസ്ഡ് ഹോം. ഞാൻ വേഗം എൻ്റെ സൈക്കിളിൽ കയറി വീട്ടിലേക്ക് ഒറ്റ വിടലങ്ങ് വിട്ടു. ടിയേഴ്സ് റണ്ണിങ് ഡൗൺ മൈ ഫേസ്. കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടാ വീട്ടിലേക്ക് പായുന്നത്. ഐ ലവ്ഡ് ഫൂഫി സോ മച്ച്. ഞാൻ ഫൂഫി അത്രയധികം സ്നേഹിച്ചിരുന്നു. ടു സീ ഹെർ വിത്ത് അനദർ ബോയ്, മറ്റൊരു കുട്ടിയുടെ കൂടെ അവളെ കാണുക എന്ന് പറയുന്നത്, ആക്ടിങ് ലൈക്ക് ഷീ ഡിഡ്ന്റ് നോ മീ, എന്നെ അറിയാത്തതുപോലെയുള്ള അവളുടെ അഭിനയം. ആഫ്റ്റർ ഐ റേസ്ഡ് ഹെർ, ഞാനല്ലേ അവളെ വളർത്തിയത്, അല്ലേ? ഞാൻ അവളെ ഇത്ര സ്നേഹത്തിൽ വളർത്തിയതിന് ശേഷം. ആഫ്റ്റർ ഓൾ ദ നൈറ്റ്സ് വി സ്പെൻഡ് ടുഗെദർ, എത്ര രാത്രികളാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്. ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ, എൻ്റെ ഹൃദയം തകർന്നു. ദാറ്റ് ഈവനിങ്, അന്ന് വൈകുന്നേരം, ഫൂഫി ഡിഡ്ന്റ് കം ഹോം. ഫൂഫി വീട്ടിൽ വന്നില്ല. ബിക്കോസ് ദ അതർ ഫാമിലി തോട്ട് ദാറ്റ് ഐ വാസ് കമ്മിങ് ടു സ്റ്റീൽ ദെയർ ഡോഗ്. കാരണം ഞാൻ അവരുടെ നായയെ മോഷ്ടിക്കാൻ വന്നതാണെന്ന് അവർ കരുതി. ദേ ഹാഡ് ഡിസൈഡഡ് ടു ലോക്ക് ഹെർ ഇൻസൈഡ്. അവർ ഫൂഫീനെ വീടിനുള്ളിൽ പൂട്ടിയിടാൻ തീരുമാനിച്ചു. സോ ഷീ കുഡ്ന്റ് മേക്ക് ഇറ്റ് ബാക്ക് ദ വേ ഷീ നോർമലി ഡിഡ് ടു വെയിറ്റ് ഫോർ us ഔട്ട്സൈഡ് ദ ഫെൻസ്. അതുകൊണ്ട് സാധാരണ വരാറുള്ളത് പോലെ മതിൽ ചാടി വന്ന് ഞങ്ങളുടെ ഗേറ്റിന് മുന്നിലിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മൈ മോം ഗോട്ട് ഹോം ഫ്രം വർക്ക്. അമ്മ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. ഐ വാസ് ഇൻ ടിയേഴ്സ്. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. ഐ ടോൾ ഹെർ ഫൂഫി ഹാഡ് ബീൻ കിഡ്നാപ്ഡ്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഫൂഫി ആരോ തട്ടിക്കൊണ്ടുപോയി. വി വെൻറ്റ് ബാക്ക് ടു ദ ഹൗസ്. ഞങ്ങൾ വീണ്ടും ആ വീട്ടിലേക്ക് പോയി. മൈ മോം റങ് ദ ബെൽ ആൻഡ് കൺഫ്രണ്ടഡ് ദ മോം. അമ്മ ബെല്ലടിച്ച് ആ കുട്ടിയുടെ അമ്മയോട് നേരിട്ട് സംസാരിച്ചു. ലുക്ക്, ദിസ് ഈസ് അവർ ഡോഗ്. നോക്കൂ, ഇത് ഞങ്ങളുടെ നായയാണ്. ദിസ് ലേഡി ലൈഡ് ടു മൈ മോംസ് ഫേസ്. ആ സ്ത്രീ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ആ കള്ളം പറയുന്നത്. ദിസ് ഈസ് നോട്ട് യുവർ ഡോഗ്, വി ബോട്ട് ദിസ് ഡോഗ്. ഇത് നിങ്ങളുടെ നായയല്ല, ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ നായയാണിത്. യു ഡിഡ്ന്റ് ബൈ ദ ഡോഗ്, ഇറ്റ് ഈസ് അവർ ഡോഗ്. നിങ്ങൾ ഇത് വാങ്ങിയതൊന്നുമല്ല, ഇത് ഞങ്ങളുടെ നായയാണ് എന്ന് അമ്മ പറഞ്ഞു. ദേ വെൻറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. അവർ തമ്മിൽ വീണ്ടും തർക്കമായി. ദിസ് വുമൻ വാസ് ഇൻ ബഡ്ജിങ്. ആ സ്ത്രീ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒന്ന് താഴാനായിട്ട് അവർ നിന്ന് തന്നേയില്ല. സോ വി വെൻറ്റ് ഹോം ടു ഗെറ്റ് എവിഡൻസ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി തെളിവ് കൊണ്ടുവരാൻ. പിക്ചേഴ്സ് ഓഫ് us വിത്ത് ദ ഡോഗ്സ്. നായയോടൊപ്പമുള്ള ഫോട്ടോസ്, സർട്ടിഫിക്കറ്റ്സ് ഫ്രം ദ വെറ്റ്. മൃഗ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഐ വാസ് ക്രൈങ് ദ ഹോൾ ടൈം. ആ സമയം മുഴുവൻ ഞാൻ കരയുകയായിരുന്നു. ആൻഡ് മൈ മോം വാസ് ലൂസിങ് ഹർ പേഷ്യൻസ് വിത്ത് മീ. അമ്മയ്ക്കാണേലോ എന്നോടൊപ്പം ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരുക. എന്നോട് ഒട്ടും ക്ഷമ കാണിക്കാതെയായി അമ്മ. സ്റ്റോപ്പ് ക്രൈയിങ്, വിൽ ഗെറ്റ് ദ ഡോഗ്, കാം ഡൗൺ. കരയാതിരിക്കുക, നമുക്ക് എന്തായാലും നമ്മുടെ നായയെ കിട്ടും, ധൈര്യമായിട്ട് നിൽക്കാൻ അമ്മ പറഞ്ഞു. വി ഗ്യാതേർഡ് അപ്പ് അവർ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് വെൻറ്റ് ബാക്ക് ടു ദ ഹൗസ്. ഞങ്ങൾ രേഖകളെല്ലാം സംഘടിപ്പിച്ച് വീണ്ടും ആ വീട്ടിലേക്ക് പോയി. ദിസ് ടൈം വി ബ്രോട്ട് പാന്തർ വിത്ത് us as part of proof. ഇത്തവണ തെളിവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആരെയും കൂടി കൊണ്ടുപോയി? പാന്തറിനെയും കൂടെ കൊണ്ടുപോയി. നായ്ക്കൾ തമ്മിൽ തിരിച്ചറിയുമല്ലോ എന്നവർ കരുതി. മൈ മോം ഷോഡ് ദിസ് ലേഡി ദ പിക്ചേഴ്സ് ആൻഡ് ദ ഇൻഫർമേഷൻ ഫ്രം ദ വെറ്റ്. എൻ്റെ അമ്മ ആ സ്ത്രീക്ക് ഫോട്ടോകളും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും കാണിച്ചു കൊടുത്തു. ഷി സ്റ്റിൽ വുഡ്ന്റ് ഗിവ് us ഫൂഫി. എന്നിട്ടും അവർ ഫൂഫിയെ തരാൻ കൂട്ടാക്കിയില്ല. ഫൈനലി മൈ മോം സെഡ്. ഒടുവിൽ എൻ്റെ അമ്മ പറഞ്ഞു, ഓക്കെ, ഐ വിൽ ഗീവ് യു 100 rand. ഞാൻ നിങ്ങൾക്ക് 100 rand, അതെന്ന് പറഞ്ഞാൽ കറൻസിയാണ്, ആഫ്രിക്കൻ കറൻസിയാണ്, അത് തരാമെന്ന് പറഞ്ഞു. പണം. ഫൈൻ, ദ ലേഡി സെഡ്. ശരി, തന്നോളൂ എന്ന് ആ സ്ത്രീ പറഞ്ഞു. പണം തരുവാണെങ്കിൽ റെഡി എന്ന് പറഞ്ഞു. അതായത് ആ സ്ത്രീക്ക് ആ നായയോട് സ്നേഹമുണ്ടായിട്ടല്ല, മറിച്ച് പണത്തിന് വേണ്ടിയാണ് അതിനെ പിടിച്ചു വെച്ചതെന്ന് അമ്മയ്ക്ക് മനസ്സിലായി.
അമ്മ 100 റാൻഡ് വെച്ച് നീട്ടിയപ്പോൾ അവർ സന്തോഷത്തോടെ നായയെ വിട്ടുകൊടുത്തു. മോം ഗേവ് ഹർ സം മണി ആൻഡ് ഷീ ബോട്ട് ഫൂഫി ഔട്ട്. അമ്മ ആ സ്ത്രീക്ക് കുറച്ച് പണം നൽകി അവർ ഫൂഫിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ദിസ് അതർ കിഡ് ഹു തോട്ട് ഫൂഫി വാസ് സ്പോട്ടി ഹാഡ് ടു വാച്ച് ഹിസ് മദർ സെൽ ദ ഡോഗ് ഹി തോട്ട് വാസ് ഹിസ്. ഫൂഫിയെ സ്പോട്ടി എന്ന് കരുതിയിരുന്ന ആ മറ്റേ കുട്ടിക്ക് തൻ്റെ സ്വന്തം എന്ന് കരുതിയ നായയെ അമ്മ വിൽക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. നൗ ഹി സ്റ്റാർട്ടഡ് ക്രൈങ്. ഇപ്പോൾ ആ കുട്ടി കരയാൻ തുടങ്ങി. സ്പോട്ടി, നോ മോം, ഡോൺ സെൽ സ്പോട്ടി. സ്പോട്ടി, അമ്മ സ്പോട്ടിയെ വിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയാനായിട്ട് തുടങ്ങി. കാരണം എന്താ? ആ പയ്യൻ ഫൂഫിയെ സ്വന്തം നായയായിട്ടാണ് സ്നേഹിച്ചിരുന്നത്. ഐ ഡിഡ്ന്റ് കെയർ, ഐ ജസ്റ്റ് വാണ്ടഡ് ഫൂഫി ബാക്ക്. എനിക്ക് അതൊന്നും ഒരു കാര്യമേ ആയിരുന്നില്ല. ഐ ഡിഡ്ന്റ് കെയർ. എനിക്ക് ആരെ വേണമായിരുന്നു തിരിച്ച്? ഫൂഫി. അത് മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ. വൺസ് ഫൂഫി സോ പാന്തർ ഷീ കെയിം റൈറ്റ് അവേ. ഫൂഫി പാന്തറിനെ കണ്ടയുടനെ അവൾ പെട്ടെന്ന് അടുത്തേക്ക് വന്നു. ദ ഡോഗ്സ് ലെഫ്റ്റ് വിത്ത് അസ് ആൻഡ് വി വാക്ക്ഡ്. അങ്ങനെ നായ്ക്കൾ ഞങ്ങളുടെ ഒപ്പം വന്നു, ഞങ്ങൾ നടന്നു. ഐ സോപ്ഡ് ദ ഹോൾ വേ ഹോം സ്റ്റിൽ ഹാർട്ട് ബ്രോക്കൻ. നെഞ്ചു തകർന്ന് സങ്കടത്തോടെ വഴിയിലുടനീളം ഞാൻ വിതുമ്പി കരഞ്ഞു. സോപ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിതുങ്ങി കരഞ്ഞു. മൈ മോം ഹാഡ് നോ ടൈം ഫോർ മീ വൈനിങ്. എൻ്റെ ഈ കുണുങ്ങിയുള്ള കരച്ചിലൊന്നും കേൾക്കാൻ അമ്മയ്ക്ക് സമയമില്ലായിരുന്നു. എൻ്റെ ഈ കരച്ചിലിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് സമയമില്ലായിരുന്നു. വൈനിങ് എന്ന് പറഞ്ഞാൽ കരച്ചിലാണ്. വൈ ആർ യു ക്രൈങ്? നീ എന്തിനാണ് ഈ കരയുന്നത്? അമ്മ ചോദിച്ചു. ബിക്കോസ് ഫൂഫി ലവ്സ് അനദർ ബോയ്. കാരണം ഫൂഫി മറ്റൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയും. സോ അതിനെന്താ? വൈ വുഡ് ദാറ്റ് ഹേർട്ട് യു? അത് നിന്നെ എന്തിനാണ് വേദനിപ്പിക്കുന്നത്? ഇറ്റ് ഡിഡ്ന്റ് കോസ്റ്റ് യു എനിത്തിങ്. അതുകൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. ഫൂഫീസ് ഹിയർ. ഫൂഫി ഇവിടെയുണ്ട്. ഷീ സ്റ്റിൽ ലവ്സ് യു. അവൾ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഷീ സ്റ്റിൽ യുവർ ഡോഗ്. അവൾ ഇപ്പോഴും നിന്റെ നായ തന്നെയാണ്. സോ ഗെറ്റ് ഓവർ ഇറ്റ്. അതുകൊണ്ട് ആ സങ്കടം നീ മനസ്സിൽ നിന്ന് വിട്ടേക്ക്. നീ അതൊക്കെ എന്തിനാ ആലോചിച്ച് വെറുതെ സങ്കടപ്പെടണം. ഫൂഫി വാസ് മൈ ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക്. ഫൂഫി ആയിരുന്നു എന്നെ ആദ്യമായിട്ട് മാനസികമായി തകർത്ത ഒരു വ്യക്തി. നോ വൺ ഹാസ് എവർ ബെട്രേഡ് മീ മോർ ദാൻ ഫൂഫി. ഫൂഫിയെക്കാളും എന്നെ വേറെ ആരും അങ്ങനെ ചതിച്ചിട്ടില്ല. ഇറ്റ് വാസ് എ വാല്യുബിൾ ലെസൺ ടു മീ. അതെനിക്ക് വലിയൊരു വിലപ്പെട്ട പാഠമായിരുന്നു. ദി ഹാർഡസ്റ്റ് തിങ് വാസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഫൂഫി വാസൻ ചീറ്റിംഗ് ഓൺ മീ വിത്ത് അനദർ ബോയ്. മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യം എന്തായിരുന്നെന്നറിയോ? ഫൂഫി എന്നെ ചതിക്കുകയായിരുന്നില്ല. ഷി വാസ് മിയർലി ലിവിങ് ഹർ ലൈഫ് ടു ദി ഫുള്ളസ്റ്റ്. അവൾ അവളുടെ ജീവിതം പരമാവധി ആസ്വദിച്ച് ജീവിക്കുക മാത്രമായിരുന്നു ചെയ്തത്. അണ്ടിൽ ഐ ന്യൂ ദാറ്റ് ഷി വാസ് ഗോയിങ് ഔട്ട് ഓൺ ഹർ ഓൺ ഡ്യൂറിങ് ദി ഡേ. അവൾ പകൽ സമയത്ത് പുറത്തു പോകുന്നുണ്ടെന്ന് അറിയുന്നത് വരെ ഹർ അതർ റിലേഷൻഷിപ്പ് ഹാഡൻറ്റ് അഫക്റ്റഡ് മീ അറ്റ് ഓൾ. അവളുടെ ആ മറ്റേ ബന്ധം എന്നെ ഒട്ടും ബാധിച്ചിരുന്നില്ല. ഫൂഫി ഹാഡ് നോ മലീഷ്യസ് ഇൻറ്റൻറ്റ്. മലീഷ്യസ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ മോശമായ ഉദ്ദേശം. അതായത് ഫൂഫിക്ക് ആരെയും വേദനിപ്പിക്കണമെന്നോ ചതിക്കണമെന്നോ അങ്ങനെയൊന്നും ആ പാവമൃഗം ചിന്തിച്ചിട്ടേയില്ല. ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ഷേപ്പ് വാട്ട് ഐ ഹാവ് ഫെൽറ്റ് അബൌട്ട് റിലേഷൻഷിപ്സ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ആ ഒരു അനുഭവം എൻ്റെ അങ്ങോട്ടേക്കുള്ള ജീവിതത്തിലെ ബന്ധങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചു. യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒന്നിനെയും നിങ്ങൾക്ക് സ്വന്തമാക്കി വെക്കാൻ കഴിയില്ല. ആരിലും ഒരു അധികാരം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഐ വാസ് ലക്കി ടു ലേൺ ദാറ്റ് ലെസൺ അറ്റ് സച്ച് എ യങ് ഏജ്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ആ വലിയ പാഠം പഠിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. ഐ ഹാവ് സോ മെനി ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എങ്ങനെയുള്ള ഫ്രണ്ട്സ്? ഹൂ സ്റ്റിൽ ആസ് അഡൽട്സ്. അവരിപ്പോൾ പ്രായമായ മുതിർന്ന ആളുകളാണ് എൻ്റെ കൂട്ടുകാർ. റെസൽ വിത്ത് ദ ഫീലിങ്സ് ഓഫ് ബിട്രയൽ. ഇപ്പോഴും ചതിക്കപ്പെട്ടു എന്ന ചിന്തയുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. റെസൽ എന്ന് പറഞ്ഞാൽ മൽപ്പിടുത്തം നടത്തുക. ബിട്രയൽ, ചതിക്കപ്പെട്ടു എന്നുള്ള ഫീലിങ്സുമായിട്ട് ഇപ്പോഴും മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. They'll come to me angry and crying and talking about how they have been cheated on and lied to and I feel for them. അവർ ദേഷ്യത്തോടെയും കരച്ചിലോടെയും എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ എങ്ങനെ ചതിക്കപ്പെട്ടുവെന്നും അവരോട് എങ്ങനെ കള്ളം പറഞ്ഞുവെന്നും ഒക്കെ പറയാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് സഹതാപം തോന്നാറുണ്ട്. ഐ ഫീൽ ഫോർ ദം എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് സഹതാപം തോന്നാറുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. അവരെന്താണ് അനുഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകും. I sat with them and buy them a drink and say. ഞാൻ അവരുടെ കൂടെ ഒപ്പം ഇരിക്കും. എന്നിട്ട് എൻ്റെ ആ ഫ്രണ്ട്സിന് ഞാൻ എന്തെങ്കിലും ഡ്രിങ്ക്സ് മേടിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഫ്രണ്ട്, കൂട്ടുകാരാ, ലെറ്റ് മീ ടെൽ യു ദ സ്റ്റോറി ഓഫ് ഫൂഫി. ഞാനൊരു കഥ പറയട്ടെ, ഫൂഫിയുടെ കഥ പറയട്ടെ. സങ്കടപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ജീവിതത്തെക്കുറിച്ച് വലിയൊരു ഉൾക്കാഴ്ച നൽകാൻ എഴുത്തുകാരൻ എപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട നായയായ ഫൂഫിയുടെ ഈ കഥയാണ് പറയാറുള്ളത്. അങ്ങനെ ഫൂഫിയുടെ ഓർമ്മകളോടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.